Hello. Next we are going to discuss about eighth chapter, that is measuring and managing transaction exposure. Exposure is a word commonly used in the day-to-day life. നമ്മൾ എക്സ്പോഷർ എന്നുള്ളൊരു ടേം നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുള്ളൊരു വേർഡാണ് അല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്നുള്ളതാണ് പഠിക്കുന്നത്. All of us know that foreign exchange rates are highly volatile. In a free market, change occur particularly every second. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് വളരെ വൊളൈറ്റൽ ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുന്നൊരു മാർക്കറ്റാണ് അല്ലേ, ഒരു സിറ്റുവേഷനാണ്. സോ നമ്മൾ എന്തായാലും ഒരു പർട്ടിക്കുലർ രാജ്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രീ മാർക്കറ്റിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ എവറി സെക്കൻഡ്, എല്ലാ സെക്കൻഡിലും ആ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ആ ട്രാൻസാക്ഷൻ എക്സ്പോഷറിൽ അത് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്നുള്ളത്. സോ ടെക്നിക് ഓഫ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ മാനേജ്മെൻറ്റ്, ആ ഒരു എക്സ്പോഷർ നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ഹെഡ്ജിങ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇത്തരം എക്സ്പോഷർ മിനിമൈസ് ചെയ്യാനുള്ള ഏറ്റവും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. സോ ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ്, ഇറ്റ് റിഫേഴ്സ് ടു എ ട്രാൻസാക്ഷൻ സ്പെസിഫിക്കലി അണ്ടർടേക്കൺ ഇൻ ദ ഫോർവേഡ് മാർക്കറ്റ്. ദ ട്രാൻസാക്ഷൻ ഈസ് നോർമലി എ ഫോർവേഡ് കോൺട്രാക്ട് വിത്ത് ആൻ ഓതറൈസ്ഡ് ഡീലർ. ഒരു ഓതറൈസ്ഡ് ഡീലറായിട്ട് നമ്മളൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ്. ഓതറൈസ്ഡ് ഡീലർ എന്ന് പറയുമ്പോൾ വൺ ഓതറൈസ്ഡ് ടു ഡീൽ ഇൻ ഫോറിൻ കറൻസി, അല്ലെങ്കിൽ ഒരു ഫോറിൻ കറൻസി സെല്ല് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഉള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സായിട്ടൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ഹെഡ്ജിങ് സെക്യുമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെയാണ് മണി മാർക്കറ്റ് ഹെഡ്ജ്. As opposed to forward market, one may use the money market for the purpose of hedging transaction exposure. ഏറ്റവും നല്ല മെത്തേഡാണ് ഫോർവേഡ് മാർക്കറ്റ് എക്സ്പോഷർ. രണ്ടാമത്തെ മെത്തേഡാണ് മണി മാർക്കറ്റ് ഹെഡ്ജ്. But for that one has to have access to international money markets for short term borrowing as well as investment. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് ടേം മാർക്കറ്റിലേക്ക്, മണി മാർക്കറ്റ് ഒരു ഷോർട്ട് ടേം മാർക്കറ്റാണ്, അതിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യണം. എസെൻഷ്യലി മണി മാർക്കറ്റ് ഹെഡ്ജ് ഇൻവോൾവ് ആർബിട്രേജ് ബിറ്റ്വീൻ ദ യൂറോ ഡെപ്പോസിറ്റ് മാർക്കറ്റ് ആൻഡ് ദ സ്പോട്ട് ആൻഡ് ഫോർവേഡ് എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഒരു യൂറോ ഡെപ്പോസിറ്റ് മാർക്കറ്റിൻ്റെയും സ്പോട്ട് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഇടയിലുള്ള ഒരു ആർബിട്രേജ് പ്രോസസ്സാണ് എന്നുള്ളതാണ്. ഒരു ആർബിട്രേജസ് ബിറ്റ്വീൻ ദ വാരിയസ് അസറ്റ് യൂസിങ് ഫോർവേഡ് കോൺട്രാക്ട് ടു ടേക്ക് കെയർ ഓഫ് എക്സ്ചേഞ്ച് റിസ്ക്. ആ ഒരു ആർബിട്രേജ് പ്രോസസ്സിലൂടെയാണ് നമുക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻഷ്യൽ, ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽസിലൊക്കെ, ദാറ്റ് മീൻസ് സ്പോട്ടിലുണ്ടാവുന്ന റേറ്റും ഫോർവേഡിലുണ്ടാകുന്ന റേറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ സ്പോട്ടിൽ വാങ്ങിയിട്ട് ഫോർവേഡിൽ വിൽക്കുക, അല്ലെങ്കിൽ ഫോർവേഡിൽ വാങ്ങിയിട്ട് സ്പോട്ടിൽ വിൽക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ ആർബിട്രേജ് എന്ന് പറയുന്നത്. സോ അത്തരം ആർബിട്രേജിലൂടെ നമുക്കതിനെ ഒന്ന് ഈക്വലൈസ് ചെയ്യാനും ഒരു റിസ്ക് മിനിമൈസ് ചെയ്യാനൊക്കെ പറ്റുമെന്നുള്ളതാണ് മണി മാർക്കറ്റ് ഹെഡ്ജിലൂടെ പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പോഷർ നെറ്റിംഗ്. Exposure netting implies that each transaction need not be looked upon independently for the purpose of hedging. The whole corporate picture must be obtained before any hedging technique is applied. This is known as the portfolio approach to hedging. ഒരു ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ അല്ലാതെ നമുക്ക് ഉണ്ടാകുന്ന ഒരു നെറ്റിംഗ് ചെയ്യാൻ, നമുക്കുണ്ടാകുന്ന ഒരുപാട് ട്രാൻസാക്ഷൻ എല്ലാം കൂടിയിട്ട് നമ്മളൊരു നെറ്റ് എക്സ്പോഷർ ആക്കി എടുത്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് മെത്തേഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോഷർ നെറ്റിങ്ങിലൂടെ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആഡിങ് അപ്പ് ടു ഓർ മോർ എക്സ്പോഷർ ടു അറൈവ് അറ്റ് ദ നെറ്റ് എക്സ്പോഷർ. കറൻസി റിസ്ക് ഷെയറിംഗ് നെക്സ്റ്റ് മെത്തേഡാണ്. കറൻസി റിസ്ക് ഷെയറിംഗ് is an exposure management technique is directly related to the strategy of risk shifting which corporate follow by invoicing transaction in their home currencies. ഹോം കറൻസീസിലെ ട്രാൻസാക്ഷൻസിനെ ആ ഒരു റിസ്ക് ഷിഫ്റ്റ് ചെയ്യുന്ന മെത്തേഡിനാണ് കറൻസി റിസ്ക് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഡെവലപ്പിംഗ് എ കസ്റ്റമൈസ്ഡ് ഹെഡ്ജ് കോൺട്രാക്ട് എംബഡഡ് ഇൻ എ അണ്ടർലൈയിങ് ട്രേഡ് ട്രാൻസാക്ഷൻസ്. The hedge contract typically take the form of price adjustment clause whereby a base price is adjusted to reflect a certain exchange rate changes. Next method ആണ് leading and lagging.
It is another internal hedging technique for managing transaction exposure. Transaction exposure manage ചെയ്യാനുള്ളൊരു internal leading techniques ആണ് ലീഡിങ് ആൻഡ് ലാഗിങ്. ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻസിങ്, മുന്നോട്ട് പോവുക. ലാഗ് എന്ന് പറഞ്ഞാൽ ഡിലേയിങ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ട്രാൻസാക്ഷനെ ഒന്ന് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ട്രാൻസാക്ഷനെ ഒന്നും കൂടി ലാഗ് ചെയ്തുകൊണ്ടും പേയ്മെൻറ്റ് ഇങ്ങോട്ട് റിസീവ് ചെയ്യാനുള്ള ട്രാൻസാക്ഷനെ ഒന്നും കൂടി ലീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റിസ്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എക്സ്പോഷർ, ട്രാൻസാക്ഷൻ എക്സ്പോഷർ മാനേജ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലീഡിങ് ആൻഡ് ലാഗിങ് എന്ന് പറയുന്നത്. അഡ്വാൻസ് പേയബിൾ, ലീഡ് ദ അഡ്വാൻസ് പേയബിൾ ആൻഡ് ലാഗ് ദാറ്റ് ഈസ് പോസ്റ്റ്പോൺ റിസീവബിൾ ഇൻ സ്ട്രോങ് കറൻസീസ്. ഏതാണ് സ്ട്രോങ് കറൻസീസ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ലീഡ് ചെയ്യുക, ലാഗ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പോഷർ മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലീഡിങ് ആൻഡ് ലാഗിങ്ങിൽ പറയുന്നത്. അടുത്ത മെത്തേഡാണ് കറൻസി ഓപ്ഷൻസ്. ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. കറൻസി ഓപ്ഷൻസ് പ്രൊവൈഡ് ആൻ ഓപ്ഷൻ ടു ദ ബയർ ഓഫ് ദ കോൺട്രാക്ട് ടു മൂവ് ഔട്ട് ഓഫ് ദ കോൺട്രാക്ട് ഇൻ കേസ് ദ കറൻസി ഇൻ ക്വസ്റ്റ്യൻ മൂവ്സ് ടു ഇസ് ഡിസ്അഡ്വാൻറ്റേജ്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് വാങ്ങുന്ന ആൾക്ക് റേറ്റ് കൊടുക്കും. ഇവൻ നമ്മുടെ ആ കറൻസി ഡിസ്അഡ്വാൻറ്റേജിലാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് അതിന് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു റേറ്റും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള റേറ്റ് കൊടുക്കുന്നുണ്ട്. സോ ഒന്നും കൂടി ഒരു എന്താ പറയുക, ഒരു സെർട്ടനിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഓപ്ഷൻസ്. അപ്പോൾ കറൻസിയിൽ ഓപ്ഷൻ കോൺട്രാക്റ്റ് എൻട്രി ചെയ്യുക എന്നുള്ളതും ആ ഒരു കറൻസി റിസ്ക് എക്സ്പോഷർ നെറ്റിങ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും. Typical situation, international tenders, foreign currency receivable with a substantial default risk or political risk, risky portfolio investments, അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഇത്തരം കറൻസി ഓപ്ഷൻസ് സാധാരണ ഉപയോഗിക്കാറ്. കറൻസി ഓപ്ഷൻസിൻ്റെ ഒപ്പം തന്നെ ഉപയോഗിക്കാറുള്ളതാണ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോഴും ഇതേപോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആർബിട്രേജ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, ഒരു ഹെഡ്ജിങ് എക്യുപ്മെൻറ്റ്സ് തന്നെയാണ്. സോ ഇതേപോലെ ഭാവിയിൽ അത് കറൻസി അങ്ങോട്ട് മാറ്റാമെന്നുള്ള ഉണ്ടാകുന്ന ഒരു അണ്ടർലൈങ് അസറ്റായിട്ട് അവിടെ കറൻസി മാറുന്നു. സോ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് കറൻസി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. അടുത്താണ് കറൻസി സാപ്സ്. ടു പേയ്മെൻറ്റ് സ്ട്രീം ബീങ് എക്സ്ചേഞ്ച്ഡ് ആർ ഡോമിനേറ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് കറൻസി. ഇപ്പോൾ രണ്ട് കറൻസിയിലുള്ള ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെയാണ് കറൻസി സാപ്സ് എന്ന് പറയുന്നത്. അതായത് ഡോളറിലുള്ള ഒരു പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും, അത് എന്നിലുള്ളൊരു പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എന്നിലത്തെയാണ് ആവശ്യം, നമ്മുടെ കയ്യിൽ ഡോളറിൻ്റെ പേയ്മെൻറ്റാണ് ആവശ്യം എന്ന് വിചാരിക്കുക. നമുക്ക് എന്നാണ് ആവശ്യം, നമ്മുടെ കയ്യിലുള്ളത് ഡോളറാണ്. അതേപോലെ അതർ പാർട്ടിയുടെ കയ്യിലുള്ളത് നേരെ തിരിച്ചുവാണെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺടാക്റ്റ് ഏർപ്പെടുക. അതായത് അവർക്ക് അത് പിന്നെ വാങ്ങേണ്ട ആവശ്യമില്ല. ട്രാൻസാക്ഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കറൻസി സാപ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലോട്ടിംഗ് കറൻസി ഫിക്സഡ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക, ഫിക്സഡ് കറൻസീനെ ഫ്ലോട്ടിംഗ് പേയ്മെൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് കറൻസി സാപ്സ്. അപ്പോൾ ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ട്രാൻസാക്ഷൻ എക്സ്പോഷർ എങ്ങനെ മിനിമൈസ് ചെയ്യാമെന്നുള്ള മെത്തേഡാണ് പറയുന്നത്. Transaction exposure means a transaction that a firm already entered into and that are dominated in foreign currency. The firm could incur future gain or loss owing to unanticipated exchange rate fluctuation. ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തു, ഫോറിൻ കറൻസിയിൽ എൻട്രി ചെയ്തു, അതിലുണ്ടാകുന്ന ചേഞ്ചസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ചേഞ്ചസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ലാഭനഷ്ടങ്ങളെയാണ്, ദാറ്റ് മീൻസ് ആ റിസ്കിനെ തന്നെയാണ് നമ്മളെന്ത് പറയുന്നത്, ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിലൂടെ പഠിച്ചത്. ഏതൊക്കെയാണ് മെത്തേഡ്സ് പഠിച്ചത്? ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ്, മണി മാർക്കറ്റ് ഹെഡ്ജ്, എക്സ്പോഷർ നെറ്റിംഗ്, കറൻസി റിസ്ക് ഷെയറിംഗ്, ലീഡിങ് ആൻഡ് ലാഗിങ്, കറൻസി ഓപ്ഷൻസ്, കറൻസി ഫ്യൂച്ചേഴ്സ്, കറൻസി സാപ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡ്സായിട്ട് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് മെഷറിങ് ആൻഡ് മാനേജിങ് ട്രാൻസ്ലേഷൻ എക്കണോമിക് എക്സ്പോഷർ. ട്രാൻസാക്ഷൻ എക്സ്പോഷർ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് എക്സ്പോഷറാണ് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ.
What is translation exposure? It refers to the amount of risk facing a firm as a result of the need to translate financial statement prepared in one currency into the statement in other currency. നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മളൊരു കറൻസിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. അത് നമ്മൾ വേറെ കറൻസിയിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിസ്കിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ട റിസ്ക്കാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ആ ഒരു എക്സ്റ്റേണൽ ത്രെഡ്സിനെ കുറിച്ചിട്ട് എങ്ങനെ ചേഞ്ചസ് ചെയ്യുമ്പോൾ വരുന്ന റിസ്ക്കാണ് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ. കറൻസി ട്രാൻസ്ലേഷൻ മെത്തേഡ്സ്. Companies with international operation will have foreign currency denominated in assets and liability, revenues and expense. However, because home country investors would be interested in home currency's values, the foreign currency balance sheet accounts and income statement must be assigned home currency's value. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ ആ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അവരുടെ ഹോം കറൻസിയിൽ എത്രയാണ് ആ റെസറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെ ആ ചേഞ്ച് ചെയ്യപ്പെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, MNCസിൻ്റെ ഒക്കെ പ്രത്യേകിച്ചിട്ട്. സോ അപ്പോഴാണ് ആ ഒരു കറൻസി ട്രാൻസ്ലേഷൻസിൻ്റെ റിസ്ക് അവിടെ വരുന്നത്. സോ അതിൻ്റെ മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. ദർ ആർ 4 most common methods of translation that are current, non-current method, monetary, non-monetary method, temporal method and the current rate method. ഈ 4 മെത്തേഡാണ് നമ്മൾ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാറ്. ഫസ്റ്റ് വൺ കറൻറ്റ് നോൺ കറൻറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് whose underlying theoretical basis is maturity was used by the almost all US multinational. All the foreign subsidiaries' current assets and liabilities are translated into home currency at the current exchange rate. നമ്മളത് ചേഞ്ച് ചെയ്യപ്പെടുന്നത് ഹോം കറൻസിക്ക് എല്ലാ കറൻറ്റ് അസറ്റും ലയബിലിറ്റീസും ചേഞ്ച് ചെയ്യപ്പെടുന്നത് കറൻറ്റ് എക്സ്ചേഞ്ച് റേറ്റിനാണ്. ഈച്ച് നോൺ കറൻറ്റ് അസറ്റ് ഓർ ലയബിലിറ്റി ട്രാൻസ്ലേറ്റഡ് അറ്റ് ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റ്. കറൻറ്റ് അസറ്റുകൾ ലയബിലിറ്റീസും നമ്മൾ കറൻറ്റ് എക്സ്ചേഞ്ച് റേറ്റിലും, നോൺ കറൻറ്റ് അസറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകൾ ലയബിലിറ്റീസും ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റിലും മാറ്റിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് കറൻറ്റ് നോൺ കറൻറ്റ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഹെൻസ് എ ഫോറിൻ സബ്സിഡറി വിത്ത് പോസിറ്റീവ് ലോക്കൽ കറൻസി വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ഗീവ് റൈസ് ടു ട്രാൻസ്ലേഷൻ ലോസ് ഫ്രം എ ഡീവാലുവേഷൻ വിത്ത് എ കറൻസി നോൺ ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആണെങ്കിൽ ട്രാൻസ്ലേഷൻ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. കറൻറ്റ് നോൺ കറൻറ്റ് മെത്തേഡ്. രണ്ടാമത്തെയാണ് മോണിറ്ററി നോൺ മോണിറ്ററി മെത്തേഡ്. The non-monetary method differentiate between monetary assets and liability, that is those items that represent a claim to receive or an obligation to pay fixed amount of foreign currency units. അതായത് നമ്മൾ ട്രാൻസാക്ഷനെ മോണിറ്ററി ട്രാൻസാക്ഷൻസും നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്താണ് മോണിറ്ററി ട്രാൻസാക്ഷൻ? നമുക്കൊരു ഫിക്സഡ് ക്ലെയിമോ റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷനോ അങ്ങോട്ട് പേ ചെയ്യാനോ ഉള്ള ഒരു ഫോറിൻ കറൻസിയിൽ പേ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിനെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്നും അല്ലാത്തതിനെ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്നും പറയുന്നു. മോണിറ്ററി ഐറ്റംസ് ആയിട്ടുള്ള ക്യാഷ്, അക്കൗണ്ട്സ് പേയബിൾ, റിസീവബിൾസ്, ലോങ് ടൈം ഡെപ്റ്റ് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ദാറ്റ് ട്രാൻസ്ലേറ്റഡ് ടു കറൻറ്റ് റേറ്റ്. നോൺ മോണിറ്ററി ഐറ്റംസോ ഹിസ്റ്റോറിക്കൽ റേറ്റിൽ നേരത്തെ കറൻറ്റ് അസറ്റ് നോൺ കറൻറ്റ് പഠിച്ച പോലെ മോണിറ്ററി ഐറ്റംസ് കറൻറ്റ് എക്സ്ചേഞ്ച് റേറ്റിലും നോൺ മോണിറ്ററി ഐറ്റംസ് ഹിസ്റ്റോറിക്കൽ റേറ്റിലും ചേഞ്ച് ചെയ്യപ്പെടുന്ന മെത്തേഡാണ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി മെത്തേഡ്. ടെമ്പറൽ മെത്തേഡ്. It is a modified version of monetary and non-monetary method. The only difference is that under the monetary and non-monetary method, inventory is always translated at historical rate. Under temporal method, inventory is normally transferred at historical rate, but it can be translated at current rate if the inventory is shown on the balance sheet at market value.
ഇതേപോലെ തന്നെ മോണിറ്ററി ആൻഡ് മോണിറ്ററി മെത്തേഡിൻ്റെ ഒരു സിമ്പിൾ വേർഷനാണ്, ഒരു മോഡിഫൈഡ് വേർഷനാണ്. എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി നോൺ മോണിറ്ററി മെത്തേഡിൽ ഇൻവെൻ്ററി ഹിസ്റ്റോറിക്കൽ റേറ്റിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ടെമ്പറൽ മെത്തേഡിൽ നമ്മൾ കറൻറ്റ് റേറ്റിൽ ഇൻവെൻ്ററി ട്രാൻസ്ലേറ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഇൻവെൻ്ററി മാർക്കറ്റ് വാല്യൂവിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് കറൻറ്റ് റേറ്റിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ടെമ്പറൽ മെത്തേഡിൽ പഠിക്കുന്നത്. ലാസ്റ്റ് മെത്തേഡാണ് കറൻറ്റ് റേറ്റ് മെത്തേഡ്. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ്. അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം ഐറ്റംസ് ആർ ട്രാൻസ്ലേറ്റഡ് ടു കറൻറ്റ് റേറ്റ്. എല്ലാ ഐറ്റംസും കറൻറ്റ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് കറൻറ്റ് റേറ്റ് മെത്തേഡ്. അപ്പോൾ 4 മെത്തേഡ് ഉണ്ട്: കറൻറ്റ്, നോൺ കറൻറ്റ് മെത്തേഡ്, മോണിറ്ററി നോൺ മോണിറ്ററി മെത്തേഡ്, ടെമ്പറൽ മെത്തേഡ്, കറൻറ്റ് റേറ്റ് മെത്തേഡ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് FASB, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നാണ് FASBയുടെ ഫുൾ ഫോം. FASB 8 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് വാല്യൂസ് ഓഫ് ഫോറിൻ കറൻസീസ് ഓഫൺ ഹാഡ് മോർ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ദാൻ ഇറ്റ്സ് ഇൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് മൾട്ടിനാഷണൽ മാനുഫാക്ചറേഴ്സ് പ്രൊഡക്റ്റ് ലൈൻ. 8 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് യൂണിഫോം സ്റ്റാൻഡേർഡ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ചേഞ്ച് ചെയ്യപ്പെടുന്ന ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് FASB 8 എന്ന് പറയുന്നത്. അത് January 1, 1976 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്നാണ് FASB 52. FA must know the current rate method to translate foreign currency denominated asset and liability into home currency. കറൻറ്റ് റേറ്റ് മെത്തേഡ് ഉപയോഗിക്കണം എന്നുള്ള മെത്തേഡിലാണ് FASB 52 കൊണ്ടുവന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എക്കണോമിക് എക്സ്പോഷറാണ്. എക്കണോമിക് എക്സ്പോഷർ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്കണോമിക് എക്സ്പോഷർ റിലേറ്റ് ടു ക്യാഷ് ഫ്ലോ റിസ്ക്. ക്യാഷ് ഫ്ലോയിലുണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ എക്കണോമിക് എക്സ്പോഷർ എന്ന് പറയുന്നത്. ദ ത്രെറ്റ് ടു ദ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിലുണ്ടാവുന്ന കോമ്പറ്റീറ്റീവ്നെസ്സിൻ്റെ ഒരു ത്രെറ്റ് വരുന്നുണ്ട്. ത്രെറ്റ് ഈസ് ഫ്രം മൂവ്മെൻറ്റ് ഓഫ് ദ റിയൽ നോട്ട് ദ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ആൻഡ് ദ third one, the risk concern the future sales for the future prices have to be yet be quoted. And the fourth one is the threat is to the competitive positions of the business. എക്കണോമിക് അല്ലെങ്കിൽ എക്കണോമിക് എക്സ്പോഷർ എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ്സിൻ്റെ മാത്രമല്ല, ഒരു ഹോൾ ആസ്പെക്ട്സിനെ, നമ്മുടെ എൻവയോൺമെൻറ്റിനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്ന, നമ്മുടെ കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസിനും എല്ലാം എഫക്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് നമ്മൾ എക്കണോമിക് എക്സ്പോഷർ എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ത്രെറ്റ്സ് ഫ്രം ചേഞ്ച് ഇൻ ദ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ടു ദ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് കോസ്റ്റ്. ദ സീരിയസ്നെസ് ഓഫ് ദ റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ഹാർഡ് ഈസ് ടു ഷിഫ്റ്റ് കോസ്റ്റ് ബിറ്റ്വീൻ കറൻസി. ആ ഒരു കറൻസിയിലുണ്ടാകുന്ന കോസ്റ്റുകളെ നമ്മളെങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിൻ്റെയൊക്കെ രീതിയിലുണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ ഈ എക്കണോമിക് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് എക്സ്പോഷർ മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സിൽ പറയുന്നത് ഒന്നാമത്തെ തന്നെ മാർക്കറ്റിംഗ് ഇനീഷ്യേറ്റീവ്നെസ് എടുക്കുക, മാർക്കറ്റ് സെലക്ഷൻ ആൻഡ് സെഗ്മെൻറ്റേഷൻ. നമുക്കൊരു സ്ട്രാറ്റജിക് മാർക്കറ്റ് ഉണ്ടായിരിക്കണം. ആ സ്ട്രാറ്റജിക് മാർക്കറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക, അവിടെ സെഗ്മെൻറ്റേഷൻ നടത്തുക, പ്രൈസിങ് സ്ട്രാറ്റജിയിൽ ശ്രദ്ധിക്കുക, പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റ് ഇനീഷ്യേറ്റീവ്നെസ് എടുക്കുക, ഇൻപുട്ട് മിക്സ് കറക്റ്റായിട്ട് എടുക്കുക, ഷിഫ്റ്റിംഗ് പ്രൊഡക്ഷൻ എമോങ് പ്ലാൻസ്. മൾട്ടിനാഷണൽ ഫേംസ് ഒക്കെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തുമുള്ള പ്ലാൻസിലൊക്കെ നമ്മൾ ആ പ്രൊഡക്ഷൻ നടത്തുക, പ്ലാന്റ് ലൊക്കേഷൻസ് കറക്റ്റായിട്ട് നടത്തുക, പ്രൊഡക്ടിവിറ്റി റേസ് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ എക്കണോമിക് എക്സ്പോഷർ മാനേജ് ചെയ്യാനുള്ള മെത്തേഡായിട്ട് പറയുന്നത്. സോ നമ്മൾ 3 ട്രാൻസാക്ഷൻ എക്സ്പോഷർ, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ, എക്കണോമിക് എക്സ്പോഷർ, ഇത് മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സും പഠിച്ചു. ഇനി ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 2 വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.